നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും എക്സലിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ പാഠമായ വിൻഡോസ് ഓഫ് നോളേജ്, സെക്കൻഡ് ചാപ്റ്ററിലെ വിൻഡോസ് ഓഫ് നോളേജ്, അറിവിൻ്റെ വാതായനങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇയർ, ചെവിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെക്കുറിച്ചും കണ്ണിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിൻ്റെ സ്ട്രക്ചറിനെക്കുറിച്ചും അതിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഡിഫക്റ്റുകളെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇയറിനെ കുറിച്ചാണ്, ചെവിയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഈ പാഠഭാഗത്ത് ഈ വിൻഡോസ് ഓഫ് നോളജ് എന്ന ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. നമ്മുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്, പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് കണ്ണിനെക്കുറിച്ചാണ്. ഐയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇയറിനെ കുറിച്ചാണ്, ചെവിയെക്കുറിച്ചാണ്. ഈ സെൻസ് ഓർഗൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ ആണ്, പിന്നെ വരുന്നത് ഇയറാണ്. ഇത് രണ്ടുമാണ് കൂടുതലായും നമുക്കിതിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള സ്കിന്നും നോസും ടങ്കും ഒക്കെ വളരെ കുറച്ച് പോയിൻറ്റുകൾ മാത്രമാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇയറിനെ കുറിച്ച് പറയുമ്പോൾ, ഇയർ നമ്മുടെ ചെവി, ഇതിനാണ് നമുക്കറിയാം നമ്മുടെ കേൾക്കുക, നമ്മുടെ ഹിയറിങ്ങിന് സഹായിക്കുന്ന ഇയറാണ്. അപ്പോൾ ഇയറിൻ്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ, എന്താണ് ചെവിയുടെ ധർമ്മങ്ങളെന്ന് ചോദിച്ചാൽ, അത് കേൾവി, ഹിയറിങ് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ കൂടെ നമ്മുടെ ചെവിക്ക് ഇയറിനുണ്ട്. അത് ബോഡി ബാലൻസിങ് ആണ്. ബോഡി ബാലൻസിങ്, ശരീര തുലന നില പരിപാലിക്കാൻ ആര് സഹായിക്കുന്നു? നമ്മുടെ ചെവി, ഇയർ സഹായിക്കുന്നു. അപ്പോൾ ഇയറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകളിലൊന്ന് എന്ത് ചെയ്യുക? ഹിയറിങ്ങിന് സഹായിക്കുക, കേൾവിക്ക് സഹായിക്കുന്നു. രണ്ടാമത്തത് ബോഡി ബാലൻസിങ്ങിന്, ശരീര തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്നു. ആ പോയിൻറ്റുകൾ ഓർമ്മിക്കുക. ഇനി നമ്മൾ കണ്ണ് പഠിച്ചപ്പോൾ നമ്മളതിൻ്റെ സ്ട്രക്ചർ വരച്ചാണ് പഠിച്ചത്. പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും എല്ലാം നമ്മൾ അതിൻ്റെ പടം വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചെവിയിലും നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ അതിൻ്റെ ഒരു ഫിഗറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ വരുന്ന പാർട്സ്, ചെവിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് പഠിക്കണം. അതിലാദ്യം നമുക്ക് പറയാനുള്ള, ചെവിയെ നമ്മൾ മൂന്നായി തിരിക്കുന്നു. ഒന്ന് ബാഹ്യകർണം, എക്സ്റ്റേണൽ ഇയർ. രണ്ടാമത്തെ ഭാഗം മിഡിൽ ഇയർ, മധ്യകർണം. മൂന്നാമത്തെ ഭാഗം ഇൻറ്റേണൽ ഇയർ, ആന്തരകർണം. ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇയറിനെ മൂന്ന് ഭാഗങ്ങളായി നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ബാഹ്യകർണം, എക്സ്റ്റേണൽ ഇയർ, അതായത് നമ്മുടെ പുറം ഭാഗത്തായി വരുന്ന ഭാഗങ്ങൾ. അടുത്ത മിഡിൽ ഇയർ, നടുക്ക് വരുന്ന ഭാഗം. ഏറ്റവും അവസാനം ഇൻറ്റേണൽ ഇയർ, ആന്തരകർണം. അപ്പോൾ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇൻറ്റേണൽ ഇയർ, ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗങ്ങളായി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ ഇയർ, ബാഹ്യകർണത്തെക്കുറിച്ചാണ്. ബാഹ്യകർണത്തിൽ നമ്മൾ ചെവിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലായി കാണുന്നത് നമ്മുടെ ചെവിക്കുട, പിന്നെയാണ്. അതായത് ചെവിക്കുട എന്ന് പറയുന്ന ഭാഗം. അപ്പം നമ്മൾ ഈ ഓരോ ഭാഗങ്ങളും പറയുന്ന സമയത്ത് നിങ്ങൾ ആ ചിത്രത്തിലേക്ക് എന്ത് ചെയ്യണം? പുസ്തകത്തിലുള്ള ചിത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിലോ വ്യക്തമായി എന്ത് ചെയ്യുക? നോക്കുക. അത് നോക്കി മനസ്സിലാക്കുക. എന്ന് പറയുന്നത് ചെവിക്കുടയാണ്, ചെവിക്കുട. ഇതെന്തിനു സഹായിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു? ഈ ശബ്ദതരംഗങ്ങൾ, ഈ സൗണ്ട് വേവ്സ് നേരെ നിങ്ങളുടെ ഈ ചെവിക്കുടയിലേക്ക് എത്തുന്ന, അതായത് പിന്നയിലേക്ക് എത്തുന്ന ഈ സൗണ്ട് വേവ്സ് നേരെ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കയറി പോകുന്നു. അപ്പോൾ ഇത് റിസീവ് ചെയ്യുക, അതായത് സൗണ്ട് വേവ്സിനെ, ശബ്ദതരംഗങ്ങളെ സ്വീകരിക്കുന്നത് ആരാണ്? ഈ ചെവിക്കുടയാണ് നമ്മുടെ ബാഹ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങളിലൊന്ന് ചെവിക്കുട, എന്ന് പറയും. പിന്നെയുള്ളത് ഓഡിറ്ററി കനാലാണ്. ഓഡിറ്ററി കനാൽ, കർണനാളം എന്ന് പറയും. കർണനാളം, അതായത് ഈ ചെവിക്കുടയിലെത്തുന്ന ശബ്ദതരംഗങ്ങൾ അതെങ്ങോട്ട് കയറി പോകുന്നു? ഈ കർണനാളത്തിലേക്ക്, ആ കുഴൽ പോലിരിക്കുന്ന കർണനാളത്തിലേക്ക് കയറി പോകുന്നു. ഓഡിറ്ററി കനാൽ എന്ന് പറയും. അപ്പോൾ ചിത്രത്തിൽ നോക്കണം കർണനാളം എവിടെയാണെന്ന്. അപ്പോൾ കർണനാളം കണ്ടു കഴിഞ്ഞു. ഇനി കർണനാളത്തിൽ വളരെ സ്മോൾ ഹെയർസ്, ചെറിയ രോമങ്ങളും, അതുപോലെ ഇയർ വാക്സ് കർണമെഴുകെന്ന് പറയാം. നമ്മൾ ചെവിക്കായം എന്നൊക്കെ പറയുന്ന സാധനം കർണമെഴുക്. അപ്പോൾ കർണമെഴുകും അവിടെ ചെറിയ സ്മോൾ ഹെയർസ്, ചെറിയ രോമങ്ങളും കാണുന്നുണ്ട്. ഇതെന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സഹായിക്കുന്നത് നമ്മൾ ഈ ഫോറിൻ പാർട്ടിക്കിൾസ്, അതായത് അന്യവസ്തുക്കളും പൊടിപടലങ്ങളും നമ്മുടെ ചെവിക്കുള്ളിലേക്ക് എത്തുന്നത് തടയുന്നത് ഈ ഇയർ വാക്സാണ്. സെറുമിനസ് ഗ്രന്ഥികളെന്ന് പറഞ്ഞ പ്രത്യേകതരം ഗ്രന്ഥികളാണ് ഈ ഇയർ വാക്സ് ഉണ്ടാക്കുന്നത്. അത് ഓർമ്മിച്ചിരുന്നാൽ മതി, അത് പുസ്തകത്തിനകത്തൊന്നുമില്ല. അപ്പോൾ ഈ
ഇയർ വാക്സ് എന്ത് ചെയ്യുന്നു? ഇയർ വാക്സും അവിടെയുള്ള ചെറിയ രോമങ്ങളും പൊടിപടലങ്ങളെയും ഫോറിൻ പാർട്ടിക്കിൾസിനെ അന്യവസ്തുക്കളും ചെവിക്കുള്ളിലേക്ക് കടക്കുന്നത് തടയുന്നു. കാര്യം വേറൊന്നുമല്ല, ഇത് മെഴുക് പോലെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നമ്മുടെ ചെവിയുടെ ഉൾഭാഗത്ത് ഈ ഓഡിറ്ററി കനാലിൽ കർണ്ണനാളത്തിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ അകത്തേക്ക് ഒരു വസ്തു, ഇപ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ ചെവിക്കകത്തേക്ക് കയറിയാണ് നമ്മൾ ഒട്ടും പേടിക്കേണ്ട, ഒരിക്കലും അങ്ങ് അകത്തേക്ക് ഉള്ളിലേക്ക് എത്തില്ല. കാര്യം ഈ മെഴുകിൽ അതെന്ത് ചെയ്യും? ആഴ്ന്നു പോകും. അതിൽ നിന്ന് പിന്നെ സഞ്ചരിക്കാൻ അതിന് പറ്റില്ല. അപ്പോൾ ഇയർ വാക്സ് എന്ത് ചെയ്യുന്നു? ഇയർ വാക്സ് സ്മോൾ ഹെയർസ്, എവിടെയുള്ള ഓഡിറ്ററി കനാലിലുള്ള കർണ്ണനാളത്തിലുള്ള ഇയർ വാക്സും സ്മോൾ ഹെയർസും ഡസ്റ്റ് പാർട്ടിക്കിൾസും പൊടിപടലങ്ങളും അതുപോലെ ഫോറിൻ പാർട്ടിക്കിൾസും അന്യവസ്തുക്കളും ചെവിക്കുള്ളിലേക്ക് കടക്കുന്നത് എൻട്രി ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? തടയുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ഇയർ വാക്സിൻ്റെയും അതുപോലെ സ്മോൾ ഹെയർസിൻ്റെയും ഫങ്ഷൻ. ഇവിടെ കാണുന്ന ഓഡിറ്ററി കനാലിൽ കാണുന്ന കർണ്ണനാളത്തിൽ കാണുന്ന. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ടിംപാനം. ടിംപാനം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഈ ഓഡിറ്ററി കനാൽ നേരെ ചേർന്ന ടിംപാനത്തിലാണ്. അതായത് ഒരു സർക്കിൾ, ഒരു വൃത്താകൃതിയിൽ കാണുന്ന വളരെ ഒരു നനുത്ത സ്തരമാണ്, നേർത്ത സ്തരമാണ്, ഒരു നേർത്ത സ്തരമാണെന്ന് തോന്നി ഈ ടിംപാനം അല്ലെങ്കിൽ കർണ്ണപടം എന്ന് പറയുന്ന ഭാഗം. വളരെ സോഫ്റ്റാണത്. ഒരു മെംബ്രെയിൻ പോലെ കാണുന്ന, ഒരു പാട പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ടിംപാനം. അത് നമ്മൾ ഈ ചെവി ഒരിക്കലും ഈ കുട്ടികളൊക്കെ നമ്മൾ ചെവിയൊക്കെ കടിക്കുന്ന സമയത്ത് ഈ കൂർത്ത വസ്തുക്കളൊന്നും ഒരിക്കലും ചെവിക്കകത്തേക്ക് കടക്കുന്നതിന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ്. അത് ചിലപ്പോൾ നമ്മുടെ ടിംപാനത്തിനെയൊക്കെ എന്ത് ചെയ്യാൻ കേടുണ്ടാക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഈ ചെവിക്കകത്തേക്ക് പിന്നെ അതുപോലെ ഐറ്റങ്ങളൊന്നും എന്ത് ചെയ്യരുത്, കടത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എക്സ്റ്റേണൽ ഇയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇൻറ്റേർണൽ ഇയർ. അതിൽ നമ്മളിപ്പോൾ പഠിച്ചത് എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ച്. എക്സ്റ്റേണൽ ഇയറിൻ്റെ പ്രധാന ഭാഗം പിന്നെ ടിംപാനം, ഓഡിറ്ററി കനാൽ. ഓർഡറിന് പറയുകയാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഓഡിറ്ററി കനാൽ, ശേഷം ടിംപാനം, ചെവിക്കുട, കർണ്ണനാളം, കർണ്ണപടം. ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്കതിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മിഡിൽ ഇയറിനെ കുറിച്ചാണ്, മധ്യകർണത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ പടത്തിൽ ആ പിക്ചറിൽ നമ്മൾ വരച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. ബാഹ്യകർണം എവിടെ മുതൽ എവിടെ വരെയാണ്, എക്സ്റ്റേണൽ ഇയർ എവിടെ തുടങ്ങി എവിടം വരെയാണ് നോക്കുക. പിന്നയിൽ നിന്ന് തുടങ്ങി ഓഡിറ്ററി കനാൽ, ടിംപാനം വരെയാണ് നമ്മുടെ ബാഹ്യകർണം, എക്സ്റ്റേണൽ ഇയർ. പിന്നെ ഈ ടിംപാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ കർണ്ണപടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മിഡിൽ ഇയറിനെയും മധ്യകർണത്തെയും അതുപോലെ എക്സ്റ്റേണൽ ഇയറിനെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം. അതാണ് നമുക്ക് ടിംപാനം, അതായത് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം എന്ന് പറയുന്ന ആ വളരെ തിന്നായിട്ടുള്ള സർക്കുലാർ മെമ്പറൈൻ, വളരെ ഒരു പാട പോലെ കാണപ്പെടുന്ന ഭാഗം ടിംപാനം. അപ്പോൾ അത്രയും പോയിൻ്റ് നമ്മൾ പറഞ്ഞു നിർത്തി. ഇത് നമുക്ക് പഠിക്കാനുള്ളത് മധ്യകർണത്തെക്കുറിച്ചാണ്, മിഡിൽ ഇയറിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ പറയുന്ന ഓരോ ശബ്ദതരങ്ങളും സൗണ്ട് വേവ്സ് നേരെ നമ്മുടെ പിന്നയിലെത്തുന്നു, ചെവിക്കുടയിലെത്തുന്നു. അതെന്ത് ചെയ്യുന്നു? നേരെ ചെവിക്കുടയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? സൗണ്ട് വേവ്സ് ഓഡിറ്ററി കനാൽ, കർണ്ണനാളത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? അവിടെ നേരെ എവിടേക്കാണ് പോയി വീഴുന്നത്? ടിംപാനം, കർണ്ണപടം. ഈ ശബ്ദതരങ്ങൾ, സൗണ്ട് വേവ്സ് നേരെ ടിംപാനത്തിൽ പോയി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, തട്ടുമ്പോൾ ടിംപാനം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന അവിടെ നിന്നുള്ള വേവ്സ്, ഈ സൗണ്ട് വേവ്സ് നേരെ പോകുന്നത് അസ്ഥികളിലേക്കാണ്, പ്രത്യേക തരത്തിലുള്ള അസ്ഥികളിലേക്കാണ്. അതിന് ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖല എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ മധ്യകർണത്തിലുള്ള പ്രധാനപ്പെട്ട 3 അസ്ഥികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഈ 3 അസ്ഥികളാണ് മധ്യകർണത്തിൽ, അതായത് നമ്മുടെ മിഡിൽ ഇയറിൽ കാണുന്നത്. അപ്പം മിഡിൽ ഇയറിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 3 അസ്ഥികളാണ്, 3 ബോൺസാണ്. ഇതിനെ 3നെയും പൊതുവായി പറയുന്ന അസ്ഥി ശൃംഖല, മധ്യകർണത്തിലെ അസ്ഥി ശൃംഖലയാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഇതിനെ നമുക്ക് ഇയർ ഓസിക്കിൾസ് എന്ന് പറയാം. ഇയർ ഓസിക്കിൾസ്, അവിടെയുള്ള പ്രധാനപ്പെട്ട ഇയർ ഓസിക്കിൾസ് ആണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. നമുക്ക് ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഏത്? നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. പഠിച്ചിട്ടുണ്ട്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ്. എവിടെ കാണുന്നു? അത് മിഡിൽ ഇയറിലാണ് കാണുന്നത്, മധ്യകർണത്തിലാണ് നമ്മുടെ സ്റ്റേപ്പിസ് കാണുന്നത്. അപ്പോൾ ആ 3 പോയിൻ്റ് ഓർമ്മിക്കുക. നമ്മൾ ചെവിക്കുടയിൽ നിന്ന്, പിന്നയിൽ നിന്ന്, ഓഡിറ്ററി കനാൽ. അപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് പടം നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. ആദ്യം ശബ്ദതരങ്ങൾ, സൗണ്ട് വേവ്സ് നേരെ പിന്നയിൽ ചെവിക്കുടയിലെത്തുന്നു. അവിടെ നേരെ എങ്ങോട്ട് പോകുന്നത്? ഓഡിറ്ററി കനാലിലേക്ക്, കർണ്ണനാളത്തിലേക്ക് പോകുന്നു. അവിടുന്ന് പാട പോലുള്ള എവിടെ പോയി തട്ടുന്നു? കർണ്ണപടം, ടിംപാനത്തിൽ പോയി തട്ടുന്നു. അപ്പോൾ ടിംപാനം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷൻസ് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഈ പറഞ്ഞ 3 ബോൺസിലേക്കാണ്, 3 അസ്ഥികളിലേക്കാണ്. അവയുടെ പേരാണ് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഇതിന് ഓരോന്നിനും ആകൃതിയൊക്കെ ഉണ്ട്. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണെന്ന് പറയാം, ഹാമറിൻ്റെ ആകൃതിയാണ്. അടുത്ത ഇൻഗസ് കൂടക്കല്ലിൻ്റെ ആകൃതിയാണ്.
സ്റ്റേപ്പിസിന് മറ്റേ നമ്മളെ ഈ കുതിരസവാരിക്കാർ അവരുടെ കാലുവയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്, പാദധാര എന്ന് പറയും. അതിൻ്റെ ആകൃതിയാണ്. ആകൃതി നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഫങ്ഷൻസ് മാത്രം ഓർമ്മിച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളീ പറഞ്ഞ മധ്യകർണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിൽ ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മൾ അവിടുന്ന് താഴേക്ക് ഒരു കുഴൽ പോലുള്ളൊരു ഭാഗം യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും, യൂസ്റ്റേഷ്യൻ നാളി എന്ന് പറയും. ഈ യൂസ്റ്റേഷ്യൻ നാളി നേരെ പോകുന്നത് നമ്മുടെ ഗ്രസനിയിലേക്കാണ്. ഗ്രസനി, ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ തൊണ്ടയിൽ, അതായത് നമ്മുടെ അന്നനാളവും അതുപോലെ അന്നനാളവും നമ്മുടെ ട്രക്കിയയും തുടങ്ങുന്ന ഭാഗമാണ്. ട്രക്കിയ എന്ന് പറഞ്ഞാൽ എയർ പോകുന്ന, വായു പോകുന്ന ഭാഗം. അപ്പോൾ അന്നനാളവും നമ്മുടെ ട്രക്കിയയും, ഫുഡ് പൈപ്പും ട്രക്കിയയും തുടങ്ങുന്ന ഭാഗത്തെ ഗ്രസനി എന്ന് പറയും, നമ്മുടെ തൊണ്ടയുടെ ഭാഗം. ഈ ഗ്രസനിയുടെ ഇംഗ്ലീഷാണ് ഫാരിങ്സ്. അപ്പോൾ ഈ ഫാരിങ്സിനെയും നമ്മുടെ മിഡിൽ ഇയറിനെയും കണക്ട് ചെയ്യുന്ന കുഴലാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ നാളി എന്നാണ് അതിനെ പറയുന്നത്. യൂസ്റ്റേഷ്യൻ നാളി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ നാളിയുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യുന്നത് നമ്മുടെ ടിമ്പാനം നോക്കിയ ടിമ്പാനം, കർണപടം. ഈ കർണപടത്തിൻ്റെ രണ്ട് ഭാഗത്തും, അതായത് കർണപടത്തിൻ്റെ ഇപ്പുറത്തും കർണപടത്തിൻ്റെ അപ്പുറത്ത് ഭാഗത്തും, അതായത് മിഡിൽ ഇയറിൻ്റെ ഭാഗവും നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗവും, ഈ ടിമ്പാനത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, എയർ പ്രഷർ, വായുമർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ? നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. അപ്പോൾ ഓർമ്മിക്കുക, അവിടെയുള്ള എന്ത് ചെയ്യുക? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. എവിടെയുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക? ടിമ്പാനത്തിൻ്റെ രണ്ട് സൈഡിലും കർണപടത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എന്ത് ചെയ്യുക? പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് ടിമ്പാനത്തെ സംരക്ഷിക്കുന്ന ആരാണ്? നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഒരു സൈഡിൽ ടിമ്പാനത്തിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ടിമ്പാനം എന്ത് ചെയ്യും? അത് ബ്രേക്കായി പോകും, ചിലപ്പോൾ നശിച്ചു പോകും. കാരണം ഒരു ഭാഗത്ത് പ്രഷർ കൂടി അത് താങ്ങില്ല. അതൊരു വളരെ തിന്നായിട്ടുള്ള മെംബ്രെയിനാണ്, വളരെ കട്ടി കുറഞ്ഞൊരു പാട പോലുള്ള ഭാഗമാണ് നമ്മുടെ ടിമ്പാനം. അപ്പോൾ ടിമ്പാനത്തിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. യൂസ്റ്റേഷ്യൻ നാളിയാണ് എന്ത് ചെയ്യുന്നത്? രണ്ട് ഭാഗത്തുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മധ്യകർണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ മധ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 അസ്ഥികൾ, അസ്ഥി ശൃംഖല, ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസ് ഏതൊക്കെയാണ്? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഇതെന്താ ചെയ്യുന്നത്? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസിൻ്റെ ഫംഗ്ഷൻ എന്താ? അതായത് നമ്മുടെ ടിമ്പാനത്തിൽ നിന്ന് വരുന്ന വൈബ്രേഷൻ, നമ്മുടെ ശബ്ദതരംഗങ്ങൾ ടിമ്പാനത്തിൽ പോയി തട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു വൈബ്രേഷൻ ഉണ്ടാകും. ഈ വൈബ്രേഷൻ നേരെ കടന്നു പോകുന്ന ഏത് വഴിയാണ്? മാലിയസിലൂടെയും അവിടെ നേരെ ഇൻഗസിലൂടെയും പിന്നെ സ്റ്റേപ്പിസിലൂടെയുമാണ്. നമ്മൾ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് നമ്മുടെ പടത്തിൽ നമ്മൾ സെപ്പറേറ്റ് വരച്ച് നമ്മൾ ബോർഡിൽ പ്രത്യേകം വരച്ചിട്ടുണ്ട്. അത് നോക്കുക, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഓക്കെ. ഇനി അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചു, യൂസ്റ്റേഷ്യൻ ട്യൂബ്. യൂസ്റ്റേഷ്യൻ നാളി എന്ത് ചെയ്യുന്നു? നമ്മുടെ ടിമ്പാനത്തിൻ്റെ രണ്ട് സൈഡിലും, അതായത് കർണപടത്തിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, മർദ്ദം ക്രമീകരിക്കുന്നു. ആര്? യൂസ്റ്റേഷ്യൻ നാളി. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അതിൽ ഓർമ്മിച്ചിരിക്കുക. അപ്പം നമ്മൾ പഠിച്ച രണ്ട് ഭാഗങ്ങളായി, എക്സ്റ്റേണൽ ഇയറുമായി മിഡിൽ ഇയറുമായി. ബാഹ്യകർണത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു, മധ്യകർണത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻറ്റേർണൽ ഇയറിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻറ്റേർണൽ ഇയർ. അപ്പോൾ ഈ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അസ്ഥി നിർമ്മിതമായ അറകൾക്കകത്താണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത്. ഈ അസ്ഥി നിർമ്മിതമായ ബോണി ലാബ്രിന്തിനകത്ത് എന്തുണ്ട്? സ്തരനിർമ്മിതമായ അറകളും ഉണ്ട്. അതായത് മെംബ്രേനിയസ് ലാബ്രിന്ത് എന്ന് പറയും. സ്തരനിർമ്മിതമായ പാട പോലുള്ള ഭാഗങ്ങൾ കൊണ്ടുണ്ടാക്കിയുള്ള അറകളും അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് അസ്ഥി നിർമ്മിതമായ അറകൾക്കുള്ളിൽ ബോണി ലാബ്രിന്തിനകത്താണ്. ഈ അസ്ഥി നിർമ്മിതമായ അറകൾക്കകത്ത് മെംബ്രേനിയസ് ലാബ്രിന്ത്, സ്തരനിർമ്മിതമായ അറകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇനി പഠിക്കാനുള്ളത് ഇതിനകത്ത് കാണുന്ന ദ്രവങ്ങളെ, ഫ്ലൂയിഡിനെ കുറിച്ചാണ്. നമ്മുടെ ആന്തരകർണത്തിൽ ഇൻറ്റേർണൽ ഇയറിൽ കാണുന്ന ഫ്ലൂയിഡുകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ പറഞ്ഞു സ്തരനിർമ്മിതമായ അറകൾ, മെംബ്രേനിയസ് ലാബ്രിന്ത്, മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയ പാടകൾ പോലുള്ള ഭാഗം കൊണ്ടുണ്ടാക്കിയ അറ. ആ അറയ്ക്കകത്ത് കാണുന്ന ദ്രവമാണ് എൻഡോലിംഫ്. ആ ദ്രവത്തിൻ്റെ പേരാണ് എൻഡോലിംഫാണ്. അപ്പോൾ ഒന്നാമത്തെ ഫ്ലൂയിഡിൻ്റെ പേര്. ഇനി രണ്ടാമത്തത്, ഇനി ഈ രണ്ട് അറകൾക്കിടയിൽ, അതായത് ഈ ബോണി ലാബ്രിന്തിനിടയ്ക്ക് അസ്ഥി നിർമ്മിതമായ അറകൾക്കും മെംബ്രേനിയസ് ലാബ്രിന്തിൻ്റെ, അതായത് സ്തരനിർമ്മിതമായ അറകൾക്കും ഇടയിൽ കാണുന്ന ദ്രാവകമാണ് പെരിലിംഫ്. എന്താണ്? പെരിലിംഫ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന രണ്ട് തരം ദ്രവങ്ങളാണ് ഏതൊക്കെ? എൻഡോലിംഫും പെരിലിംഫും. ഇവിടെ കാണുന്ന ഇൻറ്റേർണൽ ഇയറിൽ കാണുന്ന, ആന്തരകർണത്തിൽ കാണുന്ന രണ്ട് ദ്രവങ്ങളാണ് എൻഡോലിംഫ്, പെരിലിംഫ്. ഇത് രണ്ടും എവിടെ കാണുന്നു? എൻഡോലിംഫ് കാണുന്ന എവിടെയാണ്? മെംബ്രേനിയസ് ലാബ്രിന്തിന് ഇടയ്ക്കാണ്.
അതായത് മെംബ്രെയിൻസ് ലാബ്രിന്തിനകത്താണെന്ന് പറയാം. മെംബ്രെയിൻസ് ലാബ്രിന്തിനകത്താണ്. ഇനി അടുത്ത പെരിലിംബ് കാണുന്നത് എവിടെയാണ്? ഈ മെംബ്രെയിനീസ് ലാബ്രിന്തിൻ്റെയും ബോണി ലാബ്രിന്തിൻ്റെയും അസ്ഥി നിർമ്മിതമായ അറകളുടെയും സ്ഥരം നിർമ്മിതമായ അറകളുടെ ഇടയിലുള്ള സ്പേസിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓർമ്മിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ആന്തരകർണത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആന്തരകർണമാണ് പ്രധാനമായിട്ടും നമ്മുടെ കേൾവിക്കും അതുപോലെ ബോഡി ബാലൻസിങ്, ശരീര തുലനില പരിപാലിക്കുന്നതിനും സഹായിക്കുന്നത്. അവിടുത്തെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 അർദ്ധവൃത്താകാര കുഴലുകൾ, 3 സെമി സർക്കുലർ കനാൽസ്. അടുത്ത അതിൻ്റെ താഴെയായി കാണുന്ന വെസ്റ്റിബ്യൂൾ, അതിൻ്റെ പേര് വെസ്റ്റിബ്യൂൾ എന്നാണ്. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നത്. ഇനി തൊട്ട് താഴെയായി വരുന്ന ആ ഒച്ചുപോലിരിക്കുന്ന ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് കോക്ലിയ എന്ന് പറയും. ഇനി ഇതെവിടെയാണ് കാണുന്നത്? ഇത് കാണുന്നത് നമ്മുടെ സ്കള്ളിനകത്ത് ബോണി ലാബ്രിന്ത്, അതായത് അസ്ഥി നിർമ്മിതമായ അറകൾക്കകത്താണ് കാണുന്നത്. അവിടെ കാണുന്ന ഇനി ആന്തരകർണത്തിൽ കാണുന്ന പ്രധാന ദ്രവങ്ങൾ ഫ്ലൂയിഡ്, എൻഡോലിംഫ്, പെരിലിംഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഓർമ്മിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഹിയറിങ്ങിനെ കുറിച്ചാണ്. കേൾവിക്ക് സഹായിക്കുന്നത് എങ്ങനെ കേൾവിക്ക് സഹായിക്കുന്നു, എങ്ങനെ നമ്മൾ കേൾക്കുന്നു, എങ്ങനെ ഹിയറിങ് നടക്കുന്നു, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഇവിടുന്ന് നമ്മൾ പഠിച്ചു നമ്മുടെ പിന്നയിൽ നിന്ന്, ചെവിക്കുടയിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് നേരെ ഓഡിറ്ററി കനാൽ, കർണനാളത്തിലൂടെ ടിമ്പാനത്തെ വൈബ്രേറ്റ് ചെയ്യും നമ്മൾ പഠിച്ചു. ഈ വൈബ്രേഷൻ നേരെ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് വഴി പോകുന്നു. ഈ വൈബ്രേഷൻ നേരെ പോകുന്നത് ഇൻറ്റേർണൽ ഇയറിലേക്കാണ്. അത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഇൻറ്റേർണൽ ഇയറിൻ്റെ ആ ഒരു വരുന്ന ഭാഗത്ത്, അതായത് മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേര് ഓവൽ വിൻഡോ എന്നും റൗണ്ട് വിൻഡോ എന്നുമാണ്. ഓവൽ വിൻഡോ എന്നും റൗണ്ട് വിൻഡോ എന്നുമാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ ഈ ഇൻഗസ് കഴിഞ്ഞ്, മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത്, ആ ഭാഗത്ത് സ്റ്റേപ്പിസ് നമ്മുടെ ആ ഇൻറ്റേർണൽ ഇയറിലെ ഭാഗമായി ചേരുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു 2 ചെറിയ പാടപോലുള്ള 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയും. നോക്ക്, അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ ചെവിക്കുടയിൽ നിന്നുള്ള വൈബ്രേഷൻ നേരെ ഓഡിറ്ററി കനാൽ വഴി ടിമ്പാനത്തെ വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെ നിന്നുള്ള വൈബ്രേഷൻ നേരെ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് വഴി നേരെ ഓവൽ വിൻഡോയിലേക്ക് പോകുന്നു. ഓവൽ വിൻഡോയിൽ നിന്ന് ആ വൈബ്രേഷൻ നേരെ പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ഇൻറ്റേർണൽ ഇയറിലേക്കാണ്. എവിടെയാണ്? ഇൻറ്റേർണൽ ഇയറിലെത്തുന്ന ഈ വൈബ്രേഷൻ നമ്മുടെ കോക്ലിയയിലുള്ള, അപ്പോൾ കേൾക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം, ഇൻറ്റേർണൽ ഇയറിൻ്റെ ഭാഗമാണ് ഏത്? ഏതാണ്? കോക്ലിയ. ഈ കോക്ലിയയ്ക്ക് 3 ലെയറുണ്ട്. 3 പാളികളായാണ് ഈ കോക്ലിയ കാണുന്നത്. ഇതിലെ മധ്യപാളി, മിഡിൽ ലെയറിനെയും ഏറ്റവും അവസാന പാളിയെയും ഇടയിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഇതിൻ്റെ പേരാണ് ബേസിലാർ സ്തരം, ബേസിലാർ മെംബ്രെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. അതായത് നമ്മുടെ കോക്ലിയയുടെ 3 പാളിയാണ് കോക്ലിയയ്ക്കുള്ളത്. ആ ചുരുണ്ടിരിക്കുന്ന ആ ഭാഗം 3 പാളികളായി കാണപ്പെടുന്നു. അതിൻ്റെ മിഡിൽ ലെയർ, അതിൻ്റെ മധ്യഭാഗത്തെയും അതിൻ്റെ ഏറ്റവും അടിയിലുള്ള പാളിയെയും, ആ 2 പാളികൾക്ക് ഇടയിലുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഒരു ഭാഗമുണ്ട്, ഒരു മെംബ്രെയിനുണ്ട്. ആ മെംബ്രെയിൻ്റെ പേരാണ് ബേസിലാർ മെംബ്രെയിൻ. അപ്പോൾ ബേസിലാർ മെംബ്രെയിൻ എവിടെ കാണുന്നു? ബേസിലാർ മെംബ്രെയിൻ കാണുന്നത് നമ്മുടെ കോക്ലിയയുടെ മധ്യഭാഗത്തെയും, അതായത് അതിൻ്റെ മിഡിൽ ലെയറിൻ്റെയും ഏറ്റവും അതിൻ്റെ ലാസ്റ്റ് ലെയറിൻ്റെയും അതിൻ്റെ ബോട്ടം ലെയറിൻ്റെയും ഇടയ്ക്കുള്ള, അതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള ഒരു ഭാഗമാണ് ഇടയ്ക്കുള്ള ഭാഗമാണ് ബേസിലാർ മെംബ്രെയിൻ, ബേസിലാർ സ്തരം. ഈ ബേസിലാർ സ്തരത്തിൽ പ്രത്യേകതരം രോമകോശങ്ങൾ, പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യൽ സെൻസറി ഹെയർ സെൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് എങ്ങനെ നമ്മൾ കേൾക്കുന്നു, കേൾവി എങ്ങനെ സാധ്യമാകുന്നു, നമുക്ക് ഹിയറിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് പറയുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് ഈ കോക്ലിയാണ് ഹിയറിങ്ങിന് സഹായിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇൻറ്റേർണൽ ഇയറിൻ്റെ ഭാഗമായ, ആന്തരകർണത്തിൻ്റെ ഭാഗമായ കോക്ലിയയാണ് നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി കോക്ലിയയിൽ ആരാണ് കേൾവിക്ക് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, കോക്ലിയയുടെ മധ്യപാളിയെയും അവസാന പാളിയെയും അതിൻ്റെ മിഡിൽ ലെയറിനെയും അതിൻ്റെ ബോട്ടം ലെയറിനെയും ഇടയ്ക്കുള്ള ബേസിലാർ മെംബ്രെയിൻ, ബേസിലാർ സ്തരം എന്ന ഭാഗമുണ്ട്. ഈ ബേസിലാർ സ്തരത്തിലുള്ള സെൻസറി ഹെയർ സെൽസ്, സവിശേഷ രോമകോശങ്ങൾ, ഇവയാണ് യഥാർത്ഥത്തിൽ കേൾക്കാനായി സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള നമുക്ക് നോക്കാം. ആദ്യം എങ്ങനെ കേൾവി എങ്ങനെ സാധ്യമാവുന്നത് നോക്കാൻ പോകുന്നു. ആദ്യം പിന്നയിൽ, അതായത് എക്സ്റ്റേണൽ ഇയറിൻ്റെ ഭാഗമായ ബാഹ്യകരണത്തിൻ്റെ ഭാഗം പിന്നയിലേക്ക് ശബ്ദതരങ്ങൾ എത്തുന്നു. ഒരാൾ നമ്മളെ വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് കേൾക്കുന്നു. അപ്പോൾ അവിടെ എങ്ങനെ കേൾക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ആദ്യം ഈ സൗണ്ട് വേവ്സ് നേരെ നമ്മുടെ ചെവിക്കുടയിലേക്ക് എത്തുന്നു. ചെവിക്കുടയിൽ തട്ടുന്ന ഈ ശബ്ദതരങ്ങൾ നേരെ ഓഡിറ്ററി കനാൽ, കർണനാളത്തിലേക്ക് പോകുന്നു. കർണനാളത്തിൽ നിന്ന് ഈ ശബ്ദതരങ്ങൾ നേരെ ടിമ്പാനം, കർണപടത്തെ തട്ടുന്നു. ടിമ്പാനം വൈബ്രേറ്റ് ചെയ്യുന്നു. ടിമ്പാനം എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ, ഈ വൈബ്രേഷൻ
നേരെ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, മധ്യകർണത്തിൻ്റെ ഭാഗങ്ങളായ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് വഴി എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നു. ആ കടന്നു പോകുന്ന ഈ ശബ്ദതരങ്ങൾ നേരെ ഓവൽ വിൻഡോ വഴി, ഓവൽ വിൻഡോ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേപ്പിസിൻ്റെയും നമ്മുടെ ഇൻ്റർണൽ ഇയറിൻ്റെ ആ ഭാഗത്ത് വരുന്ന ഒരു പാളിയാണ്, ഒരു പാട പോലിരിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ. ആ ഓവൽ വിൻഡോയിലെത്തുന്നു. ഓവൽ വിൻഡോയിൽ നിന്ന് ഈ വൈബ്രേഷൻ, ഈ ശബ്ദങ്ങളുടെ ഈ വൈബ്രേഷൻ, ഈ കമ്പനം എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ ഇയറിലേക്ക് പോകുന്നു. എവിടേക്ക് പോകുന്നു? ഇൻറ്റേർണൽ ഇയർ, അതായത് ആന്തരകർണത്തിലേക്ക് പോകുന്നു. ഈ വൈബ്രേഷൻ ആന്തരകർണത്തിലുള്ള ഇൻറ്റേർണൽ ഇയറിലുള്ള എന്ത് ചെയ്യുന്നു, ഇൻറ്റേർണൽ ഇയറിലുള്ള ഫ്ലൂയിഡുകളെ, ദ്രവങ്ങളെ എന്ത് ചെയ്യുന്നു, ചലിപ്പിക്കുന്നു. ഈ ദ്രവങ്ങളുടെ ചലനം ബേസിലാർ മെംബ്രെയിനിലുള്ള, അപ്പോൾ എന്താണ് ബേസിലാർ സ്ഥലം എന്നൊക്കെ ഓർമ്മിച്ചിരിക്കുക. ബേസിലാർ സ്ഥലത്തിലുള്ള സവിശേഷ രോമകോശങ്ങളെ, ആ ബേസിലാർ സ്ഥലത്തിൽ കാണുന്ന സെൻസറി ഹെയർ സെൽസിനെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിപ്പിക്കുന്നു. ഈ ഉദ്ദീപനത്തിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ആവേഗങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രധാനമായി നമ്മൾ കേൾക്കുന്നതിൻ്റെ കാരണം. ഈ ആവേഗങ്ങൾ, അവിടെ ഉണ്ടായ ഈ മെസ്സേജ്, ഈ ആവേഗങ്ങൾ നേരെ എങ്ങോട്ട് പോകണം? അവിടെ തന്നെ ഇരുന്നാൽ പറ്റൂല, നേരെ ബ്രെയിനിലേക്ക് പോകണം. എവിടെ പോകണം? ബ്രെയിനിലേക്ക് പോകണം. അതായത് നമ്മുടെ തലച്ചോറിലേക്ക് പോകണം. കറക്റ്റായിട്ടുള്ള പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൽ എവിടെയാണ്? സെറിബ്രത്തിലേക്ക് പോകണം. അപ്പോൾ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവിടെ പ്രത്യേകതരം നാഡികളുണ്ട്, നെർവുകളുണ്ട്. അതിൻ്റെ പേരാണ് ഓഡിറ്ററി നെർവ്. പടത്തിൽ കാണാൻ പറ്റും, ഓഡിറ്ററി നെർവ്, ശ്രവണനാഡി. എന്താണ്? ശ്രവണനാഡി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ശ്രവണനാഡികൾ, ഓഡിറ്ററി നെർവ്, നമ്മുടെ കോക്ലിയയുടെ ഭാഗത്തു നിന്നുള്ള ഈ അവിടെ നിന്നുള്ള ഈ ആവേഗങ്ങളെ നേരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നേരെ അവിടെ നിന്നുള്ള ആ മെസ്സേജുകളെ നേരെ എവിടെ കൊണ്ടുവന്നു? സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊരു ഫ്ലോ ചാർട്ട് പോലെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഫ്ലോ ചാർട്ടിൻ്റെ പ്രധാന കാര്യങ്ങൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ നമുക്ക് നോക്കാം. കേൾവി, ഹിയറിംഗ് എങ്ങനെ സാധ്യമാകുന്നു? ഫസ്റ്റ്, സൗണ്ട് വേവ്സ്, ശബ്ദതരങ്ങൾ എവിടെ എത്തുന്നു? പിന്നെ ചെവിക്കുട. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ആ പടത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നല്ലവണ്ണം എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലിരിക്കും. അപ്പോൾ ആദ്യം പിന്നെ ചെവിക്കുട, നേരെ ഓഡിറ്ററി കനാൽ, കർണനാളം, അവിടുന്ന് ടിംബാനം, അതായത് കർണപടം. ടിംബാനം വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേഷൻ നേരെ ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖലയായ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് വഴി കടന്നു പോകുന്നു. അത് നേരെ ഓവൽ വിൻഡോയിലേക്ക് പോകുന്നു. അവിടുന്നാണ് പിന്നെ എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ കോക്ലിയയിലേക്ക് പോകുന്നത്. കോക്ലിയ, അതായത് ആന്തരകർണത്തിൻ്റെ ഇൻറ്റേർണൽ ഇയറിൻ്റെ ഭാഗമായ കോക്ലിയയിൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ വൈബ്രേഷൻ നേരെ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസിൽ നിന്ന് ഓവൽ വിൻഡോയിൽ നിന്ന് നേരെ ഇൻറ്റേർണൽ ഇയറിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെയുള്ള ദ്രവങ്ങൾ എന്ത് ചെയ്യുന്നു? ദ്രവങ്ങൾ ചലിക്കുന്നു. ദ്രവങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ഈ ദ്രവങ്ങളുടെ ചലനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കോക്ലിയയുടെ മിഡിൽ ലെയറിൻ്റെയും അതിൻ്റെ ബോട്ടം ലെയറിൻ്റെ ഇടയ്ക്കുള്ള ബേസിലാർ മെംബ്രെയിനിലുള്ള സവിശേഷ രോമകോശങ്ങൾ, സെൻസറി ഹെയർ സെൽസ് എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. ഈ സെൻസറി ഹെയർ സെൽസ് ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു. അതായത് അവിടെ ഉദ്ദീപനം ഉണ്ടാകുന്നു. ഈ ഉദ്ദീപനത്തിൻ്റെ ഫലമായിട്ട് അവ എന്ത് ചെയ്യുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു? ഈ ആവേഗങ്ങൾ നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു. നേരെ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകുന്നു? ബ്രെയിനിൽ സെറിബ്രത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നെർവിൻ്റെ പേരെന്താണ്? ഓഡിറ്ററി നെർവ്. എന്താണ്? ഓഡിറ്ററി നെർവ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഓഡിറ്ററി നെർവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നമ്മുടെ ഈ ഇമ്പൾസ്, അതായത് ആവേഗങ്ങൾ, അവിടെ ഇമ്പൾസ് ഫോം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. ഈ ഇമ്പൾസുകൾ, ആവേഗങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു? ഓഡിറ്ററി നെർവ് വഴി സെറിബ്രത്തിലെത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഇതാണ് കേൾവിയുടെ പ്രധാനമായി, ഹിയറിങ്ങിൻ്റെ പ്രധാനമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഹിയറിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ഓർമ്മിച്ചിരിക്കുക. ഇനി വേറൊരു സാധനമുണ്ട്. നമ്മൾ ഈ ഓർഗൻ ഓഫ് കോർട്ടി എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടി. എന്താണ് ഓർഗൻ ഓഫ് കോർട്ടി? ഓർഗൻ ഓഫ് കോർട്ടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ ഒരു ബേസിലാർ മെംബ്രെയിൻ്റെ കാര്യം പറഞ്ഞു. ബേസിലാർ സ്ഥലം അതെവിടെയാണ് കാണുന്നത്? ബേസിലാർ സ്ഥലം കാണുന്നത് എവിടെയാണ്? നമ്മുടെ മിഡിൽ ലെയറിൻ്റെയും ലോവർ ലെയറിൻ്റെയും, അതായത് മധ്യപാളിയുടെയും ഏറ്റവും താഴത്തെ പാളിയുടെ ഇടയ്ക്കുള്ള ഭാഗമാണ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിനിൽ നമ്മുടെ ഈ സെൻസറി ഹെയർ സെൽസ് ധാരാളമായി കാണുന്ന ഭാഗം, അതായത് ബേസിലാർ മെംബ്രെയിനെയും ഈ സെൻസറി ഹെയർ സെൽസിനെ, ബേസിലാർ മെംബ്രെയിനിലാണ് ഈ സെൻസറി ഹെയർ സെൽസ് കാണുന്നത്. ഈ ബേസിലാർ മെംബ്രെയിനെയും ഈ സെൻസറി ഹെയർ സെൽസിനെയും ചേർത്ത് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർമ്മിക്കുക ആ പേര്, ഒന്നുകൂടെ ഓർമ്മിക്കുക, ഓർഗൻ ഓഫ് കോർട്ടി.
അപ്പോൾ ഈ ഓർഗൻ ഓഫ് കോർട്ടിയുടെ പ്രധാന പ്രത്യേകത, ഓർഗൻ ഓഫ് കോർട്ടിയിൽ അവിടെ ബേസിലാർ സ്ഥലത്തെയും അതുപോലെ അവിടെയുള്ള സെൻസറി ഹെയർ സെല്ലുകളെയും സവിശേഷ രോമകോശങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹിയറിങ്ങിൻ്റെ കാര്യത്തിൽ ഓർമ്മിക്കുക. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ബോഡി ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ശരീര തുലനനില പരിപാലിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് പോകാം. ഇത് നമുക്ക് നോക്കാനുള്ളത് കേൾവിയെക്കുറിച്ചാണ്. കേൾവിയെക്കുറിച്ചല്ല, ബോഡി ബാലൻസിങ്ങിനെ കുറിച്ച്. കേൾവിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടുത്തെ മെയിനായിട്ട് ഓഡിറ്ററി റിസപ്റ്ററായി പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കണ്ണിൻ്റെ കാര്യം പഠിച്ചപ്പോൾ അവിടുത്തെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അവിടെയുള്ള റോഡ് സെല്ലും കോൺ സെല്ലുകളാണ് ഫോട്ടോ റിസപ്റ്റേഴ്സായി പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സെൻസറി ഹെയർ സെൽസ് ആണ്. നമ്മൾ ആ പറഞ്ഞ ബേസിലാർ മെംബ്രെയിനിലെ സെൻസറി ഹെയർ സെൽസ് ആണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അതായത് അവയുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ കേൾവിക്ക് സഹായിക്കുന്നത്. അപ്പോൾ കേൾക്കാൻ സഹായിക്കുന്ന ഭാഗം ചോദിച്ചാൽ ചെവി എന്ന് പറയാം. കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇൻറ്റേർണൽ ഇയറിനകത്തുള്ള കോക്ലിയ എന്ന് പറയാം. വീണ്ടും കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പറയാം കോക്ലിയയിലകത്തുള്ള സെൻസറി ഹെയർ സെൽസ് ആണ് എന്തിന് സഹായിക്കുന്ന, കേൾവിക്ക് സഹായിക്കുന്ന ഭാഗമെന്ന് പറയാം. അപ്പോൾ ഓഡിറ്ററി റിസപ്റ്റർ ആരാണ്? ഇവിടുന്ന് വരുന്ന ശബ്ദതരംഗങ്ങളെ നേരെ എത്തിച്ചേരുന്ന എവിടെയാണ്? സെൻസറി ഹെയർ സെൽസ് ആണ്. ഈ സെൻസറി ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പൾസുകളാണ് സെറിബ്രത്തിലെത്തി നമുക്ക് കേൾവിയായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതാണ് നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റ് അതിനകത്ത് ഓർമ്മിക്കുക. ഇനി നമ്മൾ പഠിക്കുന്ന ബോഡി ബാലൻസിങ്ങിനെ കുറിച്ചാണ്. ബോഡി ബാലൻസിൻ്റെ ഇതേപോലെ പ്രവർത്തനമാണ്. നമ്മുടെ തലയുടെ ചലനത്തിനനുസരിച്ചാണ് നമ്മൾ ബോഡി ബാലൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തലയുടെ ചലനത്തിനനുസരിച്ച് എങ്ങനെ ബോഡി ബാലൻസ് ചെയ്യുന്ന നോക്കാം. തലയുടെ ചലനത്തിനനുസരിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ഇയറിനകത്തുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. എൻഡോലിംഫ് ഇൻറ്റേർണൽ ഇയറിനകത്ത് ഏത് ഭാഗത്ത്? സെമി സർക്കുലർ കനാൽസിനും വെസ്റ്റിബ്യൂളിനും. അപ്പോൾ ആ ഇൻറ്റേർണൽ ഇയർ പറയുമ്പോൾ നമ്മൾ പ്രധാന ഭാഗങ്ങൾ ഓർമ്മിക്കണം. സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ, പിന്നെ താഴെ വരുമ്പോൾ കോക്ലിയ, പിന്നെ അവിടെ വരുന്ന നെർവുകൾ ഓർമ്മിക്കണം, ഓഡിറ്ററി നെർവ്. ഇനി ഇതിൽ പറയുമ്പോൾ കോക്ലിയാണ് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം, ആ ഒച്ചുപോലിരിക്കുന്ന ഭാഗം. ഇനി ബാക്കിയിരിക്കുന്ന ആ 3 അർദ്ധവൃത്താകാര കുഴലുകളും സെമി സർക്കുലർ കനാൽസും പിന്നെ ആ വെസ്റ്റിബ്യൂൾ എന്ന ഭാഗവുമാണ് ബോഡി ബാലൻസിന് സഹായിക്കുന്നത്. അതായത് നമ്മുടെ തല അനങ്ങുന്ന സമയത്ത്, നമ്മുടെ ഹെഡൊക്കെ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സെമി സർക്കുലർ കനാൽസിനും വെസ്റ്റിബ്യൂളിനും അകത്തുള്ള എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഈ എൻഡോലിംഫ് എന്ന ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയും സെൻസറി ഹെയർ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? അവ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവ ചലിക്കുകയും അവ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ ഇമ്പൾസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസ് ഏത് നെർവ് വഴി? വെസ്റ്റിബ്യൂളൊക്കെ വരുന്ന ഭാഗമാണത്. അപ്പോൾ വെസ്റ്റിബുലാർ നെർവ്, ഏത് നെർവ്? വെസ്റ്റിബുലാർ നെർവ് വഴി നേരെ ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിനിൽ ഏത് ഭാഗമാണ് നമ്മുടെ ബോഡി ബാലൻസ് സഹായിക്കുന്നത്? നമുക്കറിയാം, സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. അപ്പോൾ വെസ്റ്റിബുലാർ നെർവ് വഴി ഈ ഇമ്പൾസ്, ഈ ആവേഗങ്ങൾ എവിടെയാണ് പോകുന്നത്? സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയെ ബാലൻസ് ചെയ്യിക്കുന്നു. എളുപ്പമാണ്. ഒന്നുകൂടെ പറയാം, ബോഡി ബാലൻസിങ് എങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ തലയുടെ ചലനത്തിനനുസരിച്ചാണ് നമ്മുടെ ബോഡി ബാലൻസിങ് നടക്കുന്നത്. തല ചലിക്കുന്ന സമയത്ത് ഇൻറ്റേർണൽ ഇയറിനകത്ത് കാണുന്ന, അതായത് ഇൻറ്റേർണൽ ഇയറിൽ ഇവിടെ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാൽസിനും അകത്തുള്ള എൻഡോലിംഫ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എൻഡോലിംഫിൻ്റെ ഈ ചലനത്തിൻ്റെ ഫലമായിട്ട് അവിടെയുള്ള സെൻസറി ഹെയർ സെൽസ് അനങ്ങുന്നു. സെൻസറി ഹെയർ സെൽസ് ചലിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഇമ്പൾസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ആവേഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതായത് സെൻസറി ഹെയർ സെൽസ്, സവിശേഷ രോമകോശങ്ങൾ എന്ത് ചെയ്യുന്നു? ചലിക്കുകയും അവിടെ എന്തുണ്ടാകുകയും ചെയ്യുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നെർവ് വഴി നേരെ എവിടെ എത്തുന്നു? സെറിബ്രത്തിലല്ല, സെറിബെല്ലത്തിലെത്തുന്നു. സെറിബെല്ലമാണ് എന്ത് ചെയ്യുന്നത്? ബോഡി ബാലൻസിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം. അങ്ങനെ ബോഡി എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ഇൻറ്റേർണൽ ഇയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് നാവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, ടങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, രുചി നമ്മൾ എങ്ങനെ അറിയുമെന്നാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. രുചി അറിയാനായി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ നാവിൽ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പാപ്പിലെ എന്ന് പറയും. പാപ്പിലെ എന്നാണ് അതിൻ്റെ പേര്. നമുക്കറിയാൻ പറ്റും, നമ്മുടെ നാക്കിൽ എന്ത് ചെയ്യുന്നു? ഇത് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് പാപ്പിലെ എന്നാണ് അവയെ വിളിക്കുന്ന പേര്. ഇതിൽ ഈ പാപ്പിലയിൽ ഈ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ്, ഈ പാപ്പിലയിൽ അവൾ പ്രത്യേകതരം എന്തുണ്ട്?
പ്രത്യേകതരം ഭാഗങ്ങൾ വേറെ കാണുന്നുണ്ട്. ആ പാപ്പിലയിൽ കാണുന്ന ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ വിളിക്കുന്ന പേരാണ് ടേസ്റ്റ് ബഡ്സ്. ഇതാണ് ടേസ്റ്റ് ബഡ്. അപ്പോൾ നമ്മുടെ നാവിലയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മുടെ പാപ്പില എന്ന് പറയുന്നത്. ഈ പാപ്പിലയിൽ കാണുന്ന ടേസ്റ്റ് ബഡ്സാണ് നമ്മളെ രുചി അറിയാൻ സഹായിക്കുന്നത്. പാപ്പിലയിൽ കാണുന്ന ടേസ്റ്റ് ബഡ്സിൽ കാണുന്ന രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് കീമോ റിസപ്റ്റേഴ്സ്? നമ്മൾ നേരത്തെ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ കുറിച്ചും ഓഡിറ്ററി റിസപ്റ്റേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇതുപോലെ വരുന്നു കീമോ റിസപ്റ്റേഴ്സ്. അപ്പോൾ കീമോ റിസപ്റ്റേഴ്സ് എന്തിനു സഹായിക്കുന്നു? രുചി അറിയാൻ. എവിടെ കാണുന്നു? ടേസ്റ്റ് ബഡ്സിൽ. ടേസ്റ്റ് ബഡ്സ് എവിടെ കാണുന്നു? പാപ്പിലയിൽ. പാപ്പില എവിടെയാണ് കാണുന്നത്? നാവിൽ. അപ്പോൾ നമ്മുടെ നാവിൽ കാണുന്ന എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നാവിൽ സർഫസിൽ, നമ്മുടെ ടങ്ങിൻ്റെ സർഫസിൽ എന്ത് ചെയ്യുന്നു? ഒരുമാതിരി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള, അതായത് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പിലെ. ഈ പാപ്പിലയിൽ കാണുന്ന ടേസ്റ്റ് ബഡ്സാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ടേസ്റ്റ് ബഡ്സിൽ രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് കീമോ റിസപ്റ്റർ. ഈ കീമോ റിസപ്റ്റേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യാൻ രുചി അറിയാൻ സഹായിക്കുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളെ പലതരത്തിലുള്ള രുചികൾ ഉണ്ട്. സോറ്, അതുപോലെ തന്നെ സാൾട്ട്, ബിറ്റർ, സ്വീറ്റ്, ഇങ്ങനെയുള്ള രുചികൾ നമ്മൾ അറിയാൻ സാധിക്കുന്നു. പുതുതായി വന്ന രുചിയാണ് ഉമാമി എന്ന രുചിയുണ്ട്. അത് പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാപ്പിലയിൽ കാണുന്ന നമ്മുടെ ടേസ്റ്റ് ബഡ്സിലുള്ള കീമോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? നമ്മളെ രുചി അറിയാനായി സഹായിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാക്കിൽ ഈ ടേസ്റ്റ് ബഡ്സിൽ ഓരോ രുചി അറിയാനായിട്ടുള്ള കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഈ രുചിക്ക് കാരണമായ വസ്തുക്കൾ, ഇപ്പോൾ നമ്മളെ സാൾട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ്, ഇതിന് കാരണമായ സബ്സ്റ്റൻസ്, ഈ രുചിക്ക് കാരണമായ, ടേസ്റ്റിന് കാരണമായ സബ്സ്റ്റൻസ് സലൈവയുമായി മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വീറ്റാണ് കഴിക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? ഈ സ്വീറ്റിന് കാരണമായ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു? സലൈവയുമായിട്ട് ലയിക്കുന്നു, സലൈവയുമായിട്ട് മിക്സ് ആവുന്നു. ഈ സലൈവ എന്ത് ചെയ്യുന്നു? അവിടെയുള്ള കീമോ റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസുകൾ നേരെ എങ്ങോട്ട് പോകുന്നു? നെർവ്സ് വഴി എവിടെ എത്തുന്നു? നമ്മുടെ ബ്രെയിനിലെത്തുകയും നമ്മൾ രുചി അറിയുകയും ചെയ്യുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രുചികൾ ഏതൊക്കെയാണ്? സ്വീറ്റ്, സാൾട്ട്, സോറ്, ബിറ്റർ, ഉമാമി, മധുരം, അതുപോലെ തന്നെ ഉപ്പ്, അതുപോലെ കയ്പ്പ്, പുളിപ്പ്, ഉമാമി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട രുചികളായി പറയുന്നത്. എരിവ് എന്ന് പറയുന്നത് നാവിന് മാത്രമല്ല. എരിവ് രുചിയായി പറയാൻ പറ്റില്ല. എരിവ് നമ്മൾ നാവ് ഉപയോഗിച്ച് മാത്രമല്ല, നമ്മുടെ ത്വക്ക് ഉപയോഗിച്ച് നമുക്ക് എരിവ് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട രുചികളെ അറിയാൻ സഹായിക്കുന്ന ആരാണ്? കീമോ റിസപ്റ്റേഴ്സ്. എവിടെ കാണുന്നു? ടേസ്റ്റ് ബഡ്സിൽ. ടേസ്റ്റ് ബഡ്സ് എവിടെ കാണുന്നു? പാപ്പിലെ എന്ന ഭാഗം. അപ്പോൾ നാവിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങൾ പാപ്പിലെ, അവിടെ ടേസ്റ്റ് ബഡ്സ് കാണുന്നു. അവിടെയുള്ള കീമോ റിസപ്റ്റേഴ്സ് രുചി അറിയാൻ സഹായിക്കുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർമ്മിച്ചിരിക്കുക. അവസാനം നമുക്ക് നോക്കാനുള്ളത് സ്കിന്നിനെ കുറിച്ചാണ്. നമുക്ക് അവസാനമായി പഠിക്കാനുള്ള സെൻസ് ഓർഗനാണ്, പഞ്ചേന്ദ്രിയമാണ് സ്കിന്ന്. നമ്മൾ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ബിഗ്ഗസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡിയാണ് ഇത് സ്കിന്ന്. സ്കിന്നിന് എന്തെല്ലാം കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും? സ്കിന്നിന് സ്പർശം, ടച്ച് തിരിച്ചറിയാൻ പറ്റും. പെയിൻ, വേദന തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്രഷർ, മർദ്ദം തിരിച്ചറിയാൻ പറ്റും. കോൾഡ്, തണുപ്പ് തിരിച്ചറിയാൻ പറ്റും. ടെമ്പറേച്ചർ, ചൂട് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഈ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇത് ഓരോന്നിനും സഹായകരമായ റിസപ്റ്ററുകൾ സ്കിന്നിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം തണുപ്പ് തിരിച്ചറിയാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് വീണു. അപ്പോൾ ആ തണുപ്പ് എങ്ങനെ അറിയുന്നു? വീഴുന്ന സമയത്ത് ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. റിസപ്റ്റേഴ്സ് ഉദ്ദീപിപ്പിക്കപ്പെടുകയും അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുകയും അത് നേരെ ബ്രെയിനിലേക്ക് പോവുകയും അങ്ങനെ നമ്മൾ തണുപ്പ് തിരിച്ചറിയുന്നു. ടെമ്പറേച്ചർ ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു ചൂടുള്ള സാധനത്തിലേക്ക് നമ്മൾ തൊട്ടു അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വീണു. അപ്പോൾ നമ്മൾ എങ്ങനെ അറിയുന്നു? ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ ടെമ്പറേച്ചർ കയ്യിൽ നമ്മുടെ സ്കിന്നിലുണ്ട്. ഈ ടെമ്പറേച്ചർ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഇമ്പൾസ്, ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആ ആവേഗങ്ങൾ നേരെ തലച്ചോറിൽ, ബ്രെയിനിലേക്ക് പോകുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂട് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് ഏത് പെയിനും പ്രഷറും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? ടച്ചും എല്ലാം തിരിച്ചറിയുന്നത്. അത് എളുപ്പമാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനും റിസപ്റ്റേഴ്സ് ഉണ്ട്. തിരിച്ചറിയാൻ റിസപ്റ്റേഴ്സ്, ടെമ്പറേച്ചർ തിരിച്ചറിയാൻ ടെമ്പറേച്ചർ റിസപ്റ്റർ സ്കിന്നിലുണ്ട്. അതുപോലെ തന്നെ പ്രഷർ തിരിച്ചറിയാൻ പ്രഷർ റിസപ്റ്റർ, ടച്ച് റിസപ്റ്റർ, ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സിൽ, പെയിൻ റിസപ്റ്റർ, ഇങ്ങനെയുള്ള റിസപ്റ്ററുകൾ എവിടെയുണ്ട്? സ്കിന്നിലുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ ഒരാളെ തൊടുന്ന സമയത്ത് നമ്മൾ അറിയുന്നു. എങ്ങനെ അറിയുന്നു? തൊടുമ്പോൾ സ്കിന്നിലുള്ള ടച്ച് റിസപ്റ്ററുകൾ എന്ത് ചെയ്യുന്നു? ഉദ്ദീപിപ്പിക്കപ്പെടുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഇത് നേരെ ബ്രെയിനിലെത്തുന്നു. അങ്ങനെ ടച്ച് അറിയുന്നു. ഓരോന്നും ഇതുപോലെയാണ്. അപ്പോൾ സ്കിന്നും ഈ ടങ്കും നമ്മുടെ നോസും
പഠിക്കാൻ എളുപ്പമാണ്. നോസിലാണെങ്കിൽ ഓൾ ഫാക്ടറി റിസപ്റ്റർ, നമ്മുടെ ടങ്കിലാണെങ്കിൽ രുചി അറിയാൻ കീമോ റിസപ്റ്റർ, സ്കിന്നിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ ടച്ചിന് റിസപ്റ്ററുണ്ട്, കോൾഡ് റിസപ്റ്റർ, പെയിൻ റിസപ്റ്റർ, പ്രഷർ റിസപ്റ്റർ, ടെമ്പറേച്ചർ റിസപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഓർമ്മിച്ചിരിക്കുക. ഇനി ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ചില ജീവികളിൽ, ആ ജീവികൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ, ലൈറ്റും ബാക്കി സൗണ്ടും അതുപോലെ തന്നെ സ്മെല്ലും ഒക്കെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഓരോന്നായി നോക്കാം. പ്ലനേറിയ എന്ന ജീവിയിൽ അത് ലൈറ്റ് തിരിച്ചറിയാനായി സഹായിക്കുന്നത് ഐ സ്പോട്ട് എന്ന ഭാഗമാണ്. ഐ സ്പോട്ട്, ഈ ഐ സ്പോട്ട് എന്ന ഭാഗമാണ് അത് ഐ സ്പോട്ടാണ് അവിടെ ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, പ്രകാശം തിരിച്ചറിയാനായി സഹായിക്കുന്നത് ഐ സ്പോട്ടാണ്. അതേപോലെ നമ്മുടെ ഹൗസ് ഫ്ലൈയിൽ, അതായത് ഈച്ചകളിൽ കാണുന്ന പ്രത്യേകതരം തൗസൻഡ്സ് ഓഫ് സ്മോൾ, ഒരുപാട് ആയിരക്കണക്കിന് ചെറിയ സ്മോൾ ഐസ് ചേർന്നുണ്ടായ ഒരു ഭാഗമാണ് ഒമാറ്റീഡിയ. ഏതാണ്? ഒമാറ്റീഡിയ എന്നാണ് ആ ഭാഗത്തിൻ്റെ പേര്. ഈ ഒമാറ്റീഡിയയിൽ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒമാറ്റീഡിയയിൽ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഈച്ചയുടെയൊക്കെ ഈ കണ്ണിൻ്റെ എൻലാർജ് ചെയ്ത ഫോട്ടോയിൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ കണ്ണുപോലുള്ള, ആ കണ്ണിൽ തന്നെ ചെറിയ കോളം പോലുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും. അത് ഫോട്ടോ റിസപ്റ്റേഴ്സാണ്. തൗസൻഡ്സ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് അതിനകത്ത് കാണുന്നുണ്ട്. ഇത് ഭാഗത്തിൻ്റെ പേരാണ് ഒമാറ്റീഡിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒമാറ്റീഡിയയാണ് ഈ ഹൗസ് ഫ്ലൈക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്നത്. അപ്പോൾ ഒമാറ്റീഡിയ, ഹൗസ് ഫ്ലൈ, അതുപോലെ തന്നെ ഐ സ്പോട്ട്, പ്ലനേറിയ. ഇനിയുള്ളത് നമ്മുടെ ഷാർക്കിൻ്റെ, നമ്മുടെ സ്രാവിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ ഇരുഭാഗത്തായി കാണുന്ന ലാറ്ററൽ ലൈൻസ് എന്ന് പറയും. ലാറ്ററൽ ലൈൻസ്, ഈ ലാറ്ററൽ ലൈൻസ് അത് ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നു. ലാറ്ററൽ ലൈൻസ് എന്തിനു സഹായിക്കുന്നു? ബോഡി ബാലൻസിങ്ങിന് സഹായിക്കുന്നു. പിന്നെ ഏറ്റവും അവസാനമായി പറയുന്നത് നമ്മുടെ സ്നേക്ക്, പാമ്പുകളിൽ അവ എങ്ങനെ മണം പിടിക്കുന്നു. പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് പുറത്തേക്ക് നീട്ടുന്നത് കാണാം. ഈ നാക്ക് പുറത്തേക്ക് നീട്ടുന്നത് മണം പിടിക്കാനാണ്. അതായത് ഈ മണം പിടിക്കുന്നതിനായി പാമ്പുകളിൽ സഹായിക്കുന്ന ഭാഗത്തിൻ്റെ പേരാണ് ജേക്കബ്സൺ ഓർഗൻ. സയൻറ്റിസ്റ്റ് ജേക്കബ്സനാണ് കണ്ടെത്തിയത്. അതിന് ജേക്കബ്സൺ ഓർഗൻ എന്നാണ് വിളിക്കുന്നത്. ജേക്കബ്സൺ ഓർഗൻ എന്താണ്? ജേക്കബ്സൺ ഓർഗൻ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പാമ്പുകൾ പുറത്തേക്ക് നാക്ക് നീട്ടുന്ന സമയത്ത് ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ്, ഈ ഗന്ധത്തിന് കാരണമായ വസ്തുക്കൾ ഈ നാക്കിൽ പറ്റുകയും നേരെ ജേക്കബ്സൺ ഓർഗനിലേക്ക്, അതിൻ്റെ വായ്ക്കകത്തുള്ള ജേക്കബ്സൺ ഓർഗനിലേക്ക് എത്തുകയും ജേക്കബ്സൺ ഓർഗനിലകത്തുള്ള ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്, നമുക്കറിയാം മണത്തിന് സഹായിക്കുന്ന റിസപ്റ്ററാണ് ഓൾ ഫാക്ടറി റിസപ്റ്റർ. ഈ ഓൾ ഫാക്ടറി റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും ഉദ്ദീപിക്കുന്നതിനും കാരണമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് മണം തിരിച്ചറിയുന്നു. പാമ്പിലാണെങ്കിൽ മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗം ജേക്കബ്സൺ ഓർഗൻ. സ്രാവിൽ, ഷാർക്കിൽ അതിൻ്റെ ബോഡി ബാലൻസ് സഹായിക്കുന്നത് ലാറ്ററൽ ലൈൻസ്. പ്ലനേറിയയിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് ഐ സ്പോട്ട്. ഈച്ചയിൽ ഒമാറ്റീഡിയ, തൗസൻഡ്സ് ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ചേർന്ന ഭാഗം ഒമാറ്റീഡിയ ഈച്ചയിൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിച്ച സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്. ഐ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ പടം വരച്ച് തന്നെ പഠിക്കണം. അതിന് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ എക്സാമിന് ഉണ്ടാവും. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിച്ച സ്കിന്നും അതുപോലെ ടങ്കും നോസും അവിടെയുള്ള റിസപ്റ്ററുകളെക്കുറിച്ചും വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നല്ലവണ്ണം ടെസ്റ്റ് നോക്കി നല്ലവണ്ണം പഠിക്കുക.